ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ പൊരുൾ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബ്രഹാം പിതാവ് മോറിയ മലയിൽ തൻ്റെ മകനെ ബലിയർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ്. പഴയ നിയമത്തിലെ ഓരോരുത്തരെ നാം എടുത്തു നോക്കിയാലും ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും. മറ്റൊരു വ്യക്തിയെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനായ ജോസഫ്. ജോസഫിനെ പറ്റി നമുക്ക് വേദപുസ്തകത്തിൽ അറിയാം. അദ്ദേഹത്തെ വിളിക്കുന്നത് സ്വപ്നക്കാരനെന്നായിരുന്നു. ഫറവോയുടെ ഭവനത്തിലേക്ക് എങ്ങനെയാണ് കടന്നുപോയതെന്നും തൻ്റെ കുടുംബത്തിൽ അപ്പൻ്റെ ഹിതമനുസരിച്ച്, യാക്കോബിൻ്റെ ഹിതമനുസരിച്ച് കുടുംബത്തിൽ ജീവിച്ചവനാണ് ജോസഫ്. യാക്കോബ് തൻ്റെ മകനെ ഏറെ സ്നേഹിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാരണം ജോസഫിൻ്റെ അനിത്തര സാധാരണമായ ദൈവഭക്തിയും ദൈവസ്നേഹവും വിശ്വാസവും തന്നിലുള്ള യാക്കോബാകുന്ന തന്നിൽ തൻ്റെ മകൻ വച്ചിരിക്കുന്ന അമിതമായ വിശ്വാസവും സ്നേഹവും ഇത് അദ്ദേഹത്തെ ഹഠാത് ആകർഷിച്ചു. പലപ്പോഴും വേട്ടയ്ക്കും മറ്റ് പലതിനും ആയി സഹോദരന്മാർ പോകുമ്പോൾ എപ്പോഴും ജോസഫിനെ അപ്പൻ തൻ്റെ കൂടെ കൂട്ടിയിരുന്നു. ഏറ്റവും ഇളയവൻ ബെഞ്ചമിനായിരുന്നു, നമുക്കറിയാം. അവനൊന്നും അറിയാത്തവനായി കൊച്ചു വയതിൽ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജോസഫാണ് ആ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ യാക്കോബിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങിയ പുത്രൻ. ഇതിൽ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിനോട് പെരുത്ത അസൂയുണ്ടായിരുന്നു. പലർക്കും അദ്ദേഹത്തോട് അസൂയായിരുന്നു, യൂദ ഒഴികെ. യൂദായ്ക്ക് അത്രയും അസൂയുള്ളതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ 9 സഹോദരങ്ങളും ഈ 10 സഹോദരങ്ങളും ഒരർത്ഥത്തിൽ ജോസഫിനെ വെറുത്തു. കാരണം ജോസഫ് ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ചില്ല. സഹോദരന്മാർ അവരുടെ ഇഷ്ടം പോലെ കുടിച്ചും കഴിച്ചും അങ്ങനെ രമിച്ചും ഇഷ്ടം പോലെ നടന്ന സഹോദരങ്ങൾ. എന്നാൽ ജോസഫ് വിശുദ്ധിയുടെ അന്തസത്ത, ബ്രഹ്മചര്യത്തിൻ്റെ അന്തസത്ത കാത്തു പരിപാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് തൻ്റെ ബ്രഹ്മചര്യവും തന്നെയും സമർപ്പിച്ചു. ഒരു കാര്യം അറിയാം, ദൈവത്തിൻ്റെ ഹിതം ആരായുന്നവർക്ക് ഏറെ സഹിക്കേണ്ടി വരും. ജോസഫിനെ സഹോദരന്മാർ കൊണ്ടുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ജോസഫ് വിൽക്കപ്പെടുന്നു ഫറവോയ്ക്ക്. അങ്ങനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോവുകയാണ് ജോസഫ്. അവിടെ ചെന്ന് ജോസഫ് ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്? പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് അനുരാഗം തോന്നുന്നു, ജോസഫിനെ സ്വന്തമാക്കാനൊക്കെ നോക്കുന്നു. പക്ഷെ അവിടെയൊന്നും ജോസഫ് വഴങ്ങുന്നില്ല. കാരണം ജോസഫ് എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള മനുഷ്യനാണ്. നോക്കുക, എന്തൊരു തീഷ്ണത! ദൈവമുള്ളിലുള്ള മനുഷ്യൻ്റെ തീഷ്ണത ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയാണ്. അല്ലാതെ ഒരു പെണ്ണിൻ്റെയോ 4-5 പെണ്ണുങ്ങളുടെയോ ജഡിക സുഖങ്ങളുടെയോ ലോകമോഹങ്ങളുടെയോ ഒന്നും പിന്നാലെ പരക്കം പായുന്നവനല്ല ജോസഫ്. പരക്കം പാഞ്ഞില്ല ജോസഫ്. അതുകൊണ്ട് ജോസഫ് നീതിമാനായ ജോസഫിനെ പോലെ, നമ്മുടെ പുതിയ നിയമത്തിലെ ജോസഫിനേക്കാൾ അതിവിശുദ്ധനായി തീർന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ പാപം ചെയ്യുകയില്ല. ആ സ്ത്രീയോട് പറയുകയാണ്, എൻ്റെ ദൈവത്തെ മറന്ന് ഞാൻ പാപം ചെയ്യുകയില്ല. തൻ്റെ വസ്ത്രം ഉരിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ആ സ്ത്രീയിൽ നിന്ന് രക്ഷപ്പെടുവാൻ, പൊത്തിഫറിൻ്റെ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അദ്ദേഹം ഓടി ഒളിക്കുകയാണ്. നോക്കുക, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി വന്നവനെ പറ്റി അപഖ്യാതി പറഞ്ഞു അദ്ദേഹത്തെ. എന്തായി? അദ്ദേഹം ജയിലിലായി. ജയിലിലായപ്പോഴും ജോസഫ് പ്രാർത്ഥിച്ചു. ജോസഫിൻ്റെ പ്രാർത്ഥന ദൈവഹിതത്തിനനുസരിച്ചായിരുന്നു. ദൈവം ജോസഫിൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണ് ഫറവോ രാജാവ് സ്വപ്നം കാണുന്നത്. സ്വപ്നം വിവരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നാൽ ചില സ്വപ്നങ്ങൾ
ജോസഫിൻ്റെ കൂടെ കിടന്ന തടവുകാരൻ, ഇങ്ങനെ അല്ലെങ്കിൽ ഫറവോയുടെ പാനപാത്രവാഹകനെ വിവരമറിയിക്കുന്നു. അങ്ങനെ ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാണെന്ന് മനസ്സിലാക്കി രാജാവും സ്വപ്നം വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് എന്താണ്? ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം അത്രമാത്രം ജോസഫിനെ ഉയർത്തി. ഒരിടത്ത് നിന്നെ ലോകം ഇകഴ്ത്തിയാൽ, തള്ളിക്കളഞ്ഞാൽ, തിരസ്കരിച്ചാൽ ദൈവം നിന്നോട് സംസാരിക്കും. അതാണ് ജോസഫ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയെന്നത് ജോസഫിൽ അന്യത്ര യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അല്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. നമുക്ക് ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കുവാൻ കൂടുതൽ ഒരുങ്ങാം.